അപ്പോ വളപട്ടണം ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് സവിശേഷതകൾ ഇതിന് ശരിക്കുമുണ്ട്. കാരണം ചരിത്രപരമായിട്ടും ഇപ്പോ മഹാനായ ഇബ്നു ബത്തൂത്തയാണ് വളപട്ടണം പഞ്ചായത്തിന് പേരിട്ടിരിക്കുന്നത്. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോ ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ പിന്തുടർച്ചക്കാർ എന്ന നിലയിലാണ് ഇപ്പോൾ ഫോക്സി ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു, കാരണം നല്ല സിനിമ സെൻസ് ഉള്ള ഒരാളായിരുന്നു. അതുമാത്രല്ല, ഇന്നിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ മരവ്യവസായമായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് പോലും ഇവിടെ നിലനിൽക്കുന്നത് വളപട്ടണം പഞ്ചായത്തിലാണ്. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. അതുമാത്രല്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ്. ഒരുപാട് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ഈ മൂന്ന് മേഖലയും ഭക്ഷണപ്രിയരാണ്. ഇവിടെ ഇപ്പോ എവിടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ എവിടെ കല്യാണ വീടുകളിൽ പോയാലും നമ്മളിപ്പോ ഒരു ബിരിയാണി റൈസ് ഉണ്ട്. അഷ്റഫ് ബിരിയാണി റൈസ് എന്ന അതിന്റെ പേര്. അതുപോലും വരുന്നത് ഈ വളപട്ടണം പഞ്ചായത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഈ ചെറിയ പഞ്ചായത്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാരും അതിൽ അഭിമാനിക്കാൻ അത്രക്കും ഇതുണ്ടല്ലോ. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല. നീ വണ്ടി എടുക്കണം. അമ്മാവനെ 9 കഷ്ണമായിട്ട് കൊണ്ടുവന്ന കഥയോട് കേട്ടിട്ട്